ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പി ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ഞാൻ ഈ ഗുലാബ് ജാമുൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. അതിലോട്ടൊരു 4 ഏലക്ക ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ടായിട്ട് ഒരു 2.25 കപ്പ് അളവിൽ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തിന്നായിട്ടുള്ളൊരു സിറപ്പാണ് നമുക്കിതിലോട്ടായിട്ട് ആവശ്യം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാനിതിലേക്കൊരു 4 ഏലക്ക കൂടി ഒന്ന് കുത്തിയെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം ഒരു 8 ഏലക്ക ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ടായിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇത് നല്ല രീതിയിൽ തിളച്ച് മറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് മെൽറ്റായി വരുന്ന സമയം നമുക്കതിലോട്ടൊരു 6 ഡ്രോപ്സ് റോസ് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ചെറുനാരങ്ങയുടെ അരമുറി ഞാൻ ഇതിലോട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കുരുവെല്ലാം കളഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ടായിട്ടുള്ള പാല് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1.25 കപ്പ് അളവിലെ പാലാണ് ഉപയോഗിക്കുന്നത്. 250 ml കപ്പിലാണ് ഞാനിത് മെഷർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ആദ്യം ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് തിളച്ച് വരുന്ന സമയം നമുക്കതിലോട്ടായിട്ടൊരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അത് തിളച്ചതിന് ശേഷം വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ തിളച്ച് മറിയാനായിട്ട് തുടങ്ങണം. അതുപോലെ തന്നെ ഇതിൽ പാട കെട്ടാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ തിളച്ച് മറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ റവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വറുക്കാത്ത റവയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതുകൂടി ചേർത്ത് നമുക്ക് കൈവിടാതെ ഇതിനെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. ഈ പാലിൽ കിടന്ന് ഈ റവ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അതുവരെ നമുക്കിതിനെ ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ റവ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലോട്ട് 1 കപ്പ് അളവിൽ മിൽക്ക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ ഇതിനെ മിക്സ് ആക്കി എടുക്കണം. കട്ടയൊന്നും കെട്ടാതെ നമുക്കിതിനെ ഈ കാണുന്ന രീതിയിൽ ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ടായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കുക. ഈ ഒരു പരുവത്തിൽ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് നമുക്ക് എടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്ത് മാറ്റി വെക്കേണ്ടത്. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിലായി കിട്ടിയാൽ ഞാൻ ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ചൂടാറാനായിട്ട് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാനേ. ഇതൊരു 3/4 ഭാഗം ചൂടാറി കിട്ടിയാൽ നമുക്കിതിലോട്ട് ഒരു 100 ഗ്രാം അളവിൽ പനീറാണ് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പനീറിനെ നമ്മളൊരു അരമണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കരുത്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ നല്ല രീതിയിൽ പൊടിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ പനീർ കൂടി ചേർത്ത് നമ്മൾ ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറിലൊക്കെ ആയി കിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇപ്പം ഞാനിത് മുഴുവനായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടായിട്ട് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ആഡ് ചെയ്തത്, ബേക്കിംഗ് സോഡ ആഡ് ചെയ്യരുത്. ഇനി നമുക്കിതിലോട്ടായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കണ്ട. ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുത്ത് കുഴച്ചെടുത്ത് ആ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കരുത്. ഇതെല്ലാം കൂടി ഒരു സോഫ്റ്റ് ഡോ ആയിട്ട് ഈ കാണുന്ന രീതിയിലാണ് ഞാനിവിടെ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ഈ സമയം 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മൈദ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലോട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ ഒരു തിക്കായിട്ട് മാറ്റിയെടുക്കണം. ആ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ.
വലിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കുഴച്ചെടുത്തത്. ഇനി നമുക്കിതുപോലെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി ഈ ഒരു രീതിയിൽ വേണം ഇതിനെ ഉരുട്ടിയെടുക്കാനായിട്ട്. വലുതായിട്ട് ഉരുട്ടിയെടുത്തിട്ടില്ല, ഞാൻ ഈ ഒരു പരുവത്തിലുള്ള ചെറിയ ബോൾസ് ആയിട്ടാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചെറുതായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇത് മുഴുവനായിട്ട് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞ് ഞാനിവിടെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിനെ ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മുഴുവനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മളിതിനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഇതിൻ്റെ അടിയിലോട്ടായിട്ടാവും പോയി നിൽക്കുക. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ ഒരേ പടിക്ക് വെച്ചിട്ട് ഇതിനെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടില്ല. ഈ ഒരു രീതിയിൽ തിരിച്ചും മറിച്ചിട്ട് കണ്ടില്ലേ, ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. എല്ലാ ഭാഗവും ഒരേ രീതിയിൽ കളറായി കിട്ടണം, എന്നാലേ നമ്മുടെ ഈ ഗുലാബ് ജാമുൻ കാണാനും കഴിക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പം ഞാനിത് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വേണം നിങ്ങളിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല ഹാർഡ് ഫ്രൈ ചെയ്തെടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ഈ ഒരു കളറിലായി കിട്ടിയാൽ നമുക്ക് ഇതിനെ കോരിയെടുക്കാം. കൂടുതലായിട്ട് കരിയാനും നിൽക്കരുത് കേട്ടോ. അപ്പോൾ കരിഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിതിനെ മുഴുവനായിട്ട് ഇവിടെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിനെ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ ഷുഗർ സിറപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഞാൻ 2 ബൗളിലോട്ടായിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ചൂടോടുകൂടി തന്നെ ഈ ഒരു ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. രണ്ടും കുറച്ചൊരു ചൂടോടുകൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു പെട്ടെന്ന് തന്നെ നമുക്കിത് സോക്കായി കിട്ടും കേട്ടോ. ഇത് ഏകദേശം ഒരു 5 മണിക്കൂറോളം നിങ്ങളിതിനെ സോക്ക് ചെയ്ത് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആവും. പക്ഷേ നമ്മളിത് ഉണ്ടാക്കിയെടുത്ത് അടുത്ത ദിവസം സെർവ് ചെയ്യുന്നതാണ് കേട്ടോ വളരെ നല്ലത്. നമുക്ക് സൽക്കാരമോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുത്ത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അടുത്ത ദിവസം നമ്മളിത് സെർവ് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റി ആവും കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളാണ്, എന്നാലും വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്